39 മുതൽ 53 വരെ നിഷ്കാമ കർമ്മയോഗം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ 48ാമത്തെ ശ്ലോകം 48ാമത്തെ ശ്ലോകം വരെ എടുത്ത് ഇന്ന് 49ാമത്തെ ശ്ലോകം തൊട്ട് തുടങ്ങാം. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ച കൃപണാഫലഹേതവ. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ച കൃപണ ഫലഹേതവ. അല്ലയോ ധനഞ്ജയ, ജുഗുപ്സാവഹമായ കർമ്മങ്ങളെല്ലാം ഭക്തിയുത സേവനത്താൽ അകറ്റി നിർത്തുക. ആ ബോധത്തോടെ ഭഗവാനെ ശരണം പ്രാപിക്കുക. കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ ആരാണ്? കൃപണരാണ്. എന്താണ് ഭഗവാൻ പറയുന്നത് അർജുനോട്? ഭഗവത് സേവനത്തിന് വേണ്ടി അല്ലാത്ത കർമ്മങ്ങളെല്ലാം മാറ്റിവെക്കുക. ഭഗവാനെ പ്രീതിപ്പെടുത്താത്തതല്ലാത്ത എല്ലാ കർമ്മങ്ങളും മാറ്റിവെക്കുക. അല്ലെങ്കിൽ അനാവശ്യമായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുക. ആ ബോധത്തോടെ എന്ത് വേണം? ഭഗവാനെ ശരണം പ്രാപിക്കുക. അതായത് ഈവൻ ദോ ഭഗവാനോട് നമുക്ക് ഇഷ്ടമുണ്ട്, എല്ലാം ഉണ്ട് എങ്കിൽ പോലും പലരും പല രീതിയിലാണ് ഭഗവാനെ എന്ത് ചെയ്യുന്നത്? സമീപിക്കുന്നത്. ഫലേച്ഛയോട് കൂടിയിട്ടാണ്, അല്ലേ? ഫലം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ സമീപിക്കാറ്. അപ്പം ഫലേച്ഛ ഇല്ലാതെ എന്ത് വേണം? ഭഗവാനെ സമീപിക്കാനാണ് പറയുന്നത്. അപ്പം ആ കർമ്മത്തിന് ഫലം വേണമെന്ന് ആഗ്രഹിക്കുന്നവരെന്താണ്? കൃപണരാണ്. അപ്പം ഈ ഭഗവത്ഗീതയിലെ ഈ ബുദ്ധിയോഗം അഥവാ നിഷ്കാമ കർമ്മയോഗത്തിന്റെ ഒരു പരമമായ തലമാണെന്ത്? ഈ ഒരു ആശയം എന്ന് പറയുന്നത്. താൻ ആരാണ്? ഭഗവാന്റെ നിത്യദാസനാണെന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് തൻ്റെ ഓരോ ശ്വാസവും ഓരോ പ്രവൃത്തിയും എന്താണ്? ഭഗവത് സേവനമായിട്ട് മാറുന്നു. എന്താണ്? ജീവേര സ്വരൂപഹയ കൃഷ്ണേര നിത്യദാസ. നമ്മളെല്ലാവരും ആരാണ്? ഭഗവാന്റെ നിത്യദാസന്മാരാണ്, അല്ലേ? ഗോലോകത്തില് ഭഗവാന്റെ ദാസന്മാരായിരുന്നു നമ്മൾ. അവിടുന്ന് തെറ്റ് ചെയ്തുകൊണ്ടാണെന്ത്? നമ്മൾ ഈ ഭൂമിയിൽ വരേണ്ടി വന്നത്. അപ്പം ബുദ്ധിയോഗം അഥവാ നിഷ്കാമ കർമ്മയോഗത്തിന്റെ പരമമായ തലം എന്ത്? താൻ ഭഗവാന്റെ നിത്യദാസനാണെന്ന് തിരിച്ചറിയുന്ന ഒരാൾക്ക് എന്ത്? തൻ്റെ ഓരോ ശ്വാസവും ഓരോ പ്രവൃത്തിയും എന്ത്? ഭഗവാന്റെ സേവനമായി മാറുന്നു. ഇതാണെന്ത്? ഇത് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണമാണെന്ത്? ശ്രീരാമദാസനായിട്ടുള്ള ഹനുമാന്റെ ജീവിതം. ഹനുമാനും മുത്തുമാലയും, അതായത് ലങ്കാ വിജയത്തിന് ശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയ സമയത്ത് സീതാദേവി തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള ഒരു മുത്തുമാല ആർക്ക് സമ്മാനമായിട്ട് നൽകി? ഹനുമാന് സമ്മാനമായിട്ട് നൽകി. അപ്പോൾ ഹനുമാൻ ആ മാല വാങ്ങി ഓരോ മുത്തുകളായി കടിച്ചു പൊട്ടിക്കാൻ തുടങ്ങി. ഇത് കണ്ടു നിന്നവരെന്ത്? അത്ഭുതപ്പെട്ടു. ചിലർ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ ചോദിച്ചേ? നീ എന്തിനാണ് ഇത്ര വിലപിടിപ്പുള്ള മുത്തുകൾ നശിപ്പിക്കുന്നത്? ഹനുമാൻ ശാന്തനായിട്ട് മറുപടി പറഞ്ഞു, ഇതിനുള്ളിൽ എൻ്റെ രാമനുണ്ടോ എന്ന് നോക്കുകയായിരുന്നു ഞാൻ രാമനില്ലാത്തതൊന്നും, അല്ലെങ്കിൽ രാമനില്ലാത്തതൊന്നും എന്ത്? എനിക്ക് ആവശ്യമില്ല. അപ്പോൾ സദസ്സിലുള്ളവർ വീണ്ടും ചോദിക്കുന്നത്, അങ്ങനെയെങ്കിൽ നിന്റെ ശരീരത്തിനുള്ളിൽ രാമനുണ്ടോ? ഉടൻ തന്നെ ഹനുമാൻ തൻ്റെ നെഞ്ച് പിളർന്ന് കാണിച്ചു. അവിടെ ഹൃദയത്തിൽ ആരുണ്ടായിരുന്നു? ശ്രീരാമനും സീതാദേവിയും കുടികൊള്ളുന്നത് എല്ലാവരും കണ്ടു. അപ്പൊ ഇതിൽ എന്താ മനസ്സിലാക്കേണ്ടത്? ആ മുത്തുകൾ വെറും കല്ലുകളായി കണ്ട ഹനുമാനെ പോലെ കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് ഭൗതിക സമ്പത്തോ പ്രശസ്തിയോ അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ അത് വിലയില്ലാത്തതാണ്. പിന്നെ സമ്പത്തും കഴിവും സ്വന്തം സുഖത്തിനായി മാത്രം മാറ്റിവെക്കുന്നവരെയാണ് എന്ത് വിളിക്കുന്നത്? കൃപണർ എന്ന് വിളിക്കുന്നത്. അവരത് ഭഗവാനായി ഉപയോഗിക്കാത്തത് കൊണ്ട് ഈ സംസാര ചക്രത്തിൽ, എവിടെ? ഈ ജനന മരണ ചക്രത്തില്, അതായത് ഈ ഭൂമിയിൽ എന്ത്? കുടുങ്ങിപ്പോകുന്നു.
അല്ലേ? അതാണ് കർമ്മത്തിന്റെ ഫലം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പറഞ്ഞ ഇവൻ പുണ്യകർമ്മങ്ങളാണെങ്കിൽ പോലും. പക്ഷെ ഹനുമാനെ പോലെ അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾ എന്താവും? ഈ ജനന മരണ ചക്രത്തിൽ ഈ ഭൂമിയിൽ വീണ്ടും, അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് വീണ്ടും വരേണ്ടതായി വരില്ല. ഇതാണ് യഥാർത്ഥ ബുദ്ധിയോഗം എന്ന് പറയുന്നത്. ഹനുമാൻ ചെയ്തതുപോലെ ഓരോ കർമ്മവും എന്ത് വേണം? ഭഗവാന്റെ സന്തോഷത്തിനായി മാറ്റിവെക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ സന്തോഷത്തിനായി ചെയ്യുക എന്നതാണ് എന്ത്? ബുദ്ധിയോഗം. അവിടെ എന്തില്ല? ഞാൻ ആണത് ചെയ്യുന്നത് എന്ന അഹങ്കാരം അവിടെ ഇല്ല. പകരം എന്ത്? ഞാൻ ഭഗവാന്റെ ഒരു ഉപകരണം മാത്രമാണ് എന്ന തിരിച്ചറിവാണ് അവിടെ വരുന്നത്. അങ്ങനെയാണ് വേണ്ടുന്നത്. അതേപോലെയാണ് ഈ ബന്ധനത്തിൽ നിന്നുള്ള മോചനം. എന്താണത്? സ്വന്തം ലാഭത്തിനായി ചെയ്യുന്ന ഏതൊരു നല്ല കാര്യവും നമ്മെ എന്ത്? ഈ ലോകത്തിൽ തളച്ചിടുന്നു. മുമ്പേ പറഞ്ഞതുപോലെ പലരും പുണ്യകർമ്മങ്ങൾ ചെയ്യും, അല്ലേ? ഓരോ സഹായങ്ങൾ ചെയ്യും. ആ സഹായങ്ങൾ ചെയ്താൽ എന്താണ് പ്രയോജനം? സ്വർഗ്ഗലോകത്തിൽ പോകാൻ പറ്റും. പക്ഷേ ക്ഷീണേ പുണ്യം മർത്യലോകം വിശന്തി. ആ പുണ്യത്തിന് ക്ഷീണം സംഭവിക്കുമ്പോഴും വീണ്ടും എവിടെ വരേണ്ടി വരും? ഈ ഭൂമിയിൽ നമ്മൾ വരേണ്ടതായിട്ട് വരും. എന്നാൽ കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മം നമ്മെ ആ ചങ്ങലകളിൽ നിന്നും മോചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ എന്ത്? നമ്മുടെ കയ്യിലുള്ള പണമോ ബുദ്ധിയോ സമയമോ എന്തുമാകട്ടെ, അത് സ്വന്തം ആഗ്രഹങ്ങൾ തീർക്കാൻ മാത്രം ഉപയോഗിക്കുമ്പോഴെന്ത് പറ്റും? നമ്മളൊരു സ്വന്തം ആഗ്രഹത്തിനായി മാത്രം ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു ലോഭിയെ പോലെയാകുന്നു, കൃപണനാകുന്നു. എന്നാൽ അത് ഭഗവാന്റെ സന്തോഷത്തിനായി വിനിയോഗിക്കുമ്പോൾ നമ്മുടെ മനുഷ്യജന്മം എന്താവുന്നു? സഫലമാകുന്നു. എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് എന്ത്? നമ്മുടെ ജീവിതം സഫലമാകുന്നത്. അല്ലാതെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് എൻ്റെ കാര്യം ധന്യമായി എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഇല്ല. ചിലര് ഇഷ്ടപ്പെട്ട ഒരു പ്രണയിനിയെയോ അല്ലെങ്കിൽ ആരെ ആയിക്കോട്ടെ, കാമുകനെയോ കാമുകിയോ വിവാഹം കഴിച്ചിട്ട് എന്താണ് പറയുന്നത്? എൻ്റെ ജീവിതം ധന്യമായി, സഫലമായി. പക്ഷെ എന്താണ് അവിടെ തുടങ്ങുന്നത്? അത് തിരിച്ചു പറയാൻ വേണ്ടിയിട്ട് ഒരാഴ്ചത്തെ പോലും സമയം വേണ്ടി വരില്ല. അതാണ് ഈ ഭൂമിയിലെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വേണം അതിന് എന്ത് ചെയ്താലും അത് ഭഗവാനുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യണം. ഹനുമാൻ മുത്തുമാല കടിച്ച് ഉടച്ചതുപോലെ ഭഗവാനില്ലാത്ത എന്തിനെ ഉപേക്ഷിക്കാനും ഭഗവാനുണ്ട് എന്ന് ഉറപ്പുള്ള കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെടാനും നമുക്ക് കഴിയണം. അതാണ് എന്ത്? ബുദ്ധിയോഗം. ബുദ്ധി. അതിനു വേണ്ടിയിട്ടാവണം ബുദ്ധി ഉപയോഗിക്കേണ്ടത്. നീ 50-ാമത്തെ ശ്ലോകം. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാദ്യോഗായ യുജ്യസ്വ യോഗാ കർമ്മസു കൗശലം. ബുദ്ധിയുക്തോ ജഹാദീഹ. ഭക്തിഭരിതമായ സേവനത്തിൽ ഏർപ്പെടുന്നവന് ഇഹലോകത്തിൽ തന്നെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്ന് എന്ത് നേടാം? മുക്തനാകാം. മനസ്സിലായോ? അതായത് ഭക്തിപരമായ സേവനത്തിൽ ഏർപ്പെടുന്നത് ഇഹലോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നിൽക്കുന്ന ലോകത്തിൽ തന്നെ എന്ത്? അവിടുന്ന് തന്നെ നല്ലതും ചീത്തതുമായിട്ടുള്ള കർമ്മങ്ങളിൽ നമുക്ക് മുക്തനാകാം. അതിനായിട്ട് എന്ത് വേണം? യോഗത്തിനായിട്ട് യത്നിക്കുക. യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനുമായിട്ടുള്ള ബന്ധം. ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് യത്നിക്കുക. യോഗ കർമ്മസു കൗശലം. അല്ലയോ അർജുന, കർമ്മകുശലതയാണെന്ത്? യോഗം എന്ന് പറയുന്നത്. ആ കർമ്മകുശലത എന്ത്? ആ ഭഗവാനുമായിട്ടുള്ള യോഗത്തിൽ ഏർപ്പെടുക. അതാണ് ബുദ്ധി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. നമ്മൾ ചെയ്തു കൂട്ടിയ നല്ലതും ചീത്തയുമായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം, അതായത് കർമ്മഫലം ഒരു വലിയ ഭാണ്ഡം പോലെ എന്ത്? ജന്മജന്മാന്തരങ്ങളായി നമ്മൾ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞതിൻ്റെ ഒരു മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. കോടാനുകോടി ജന്മങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ എടുത്തിട്ടുണ്ട്. മനുഷ്യജന്മം തന്നെയല്ല, അല്ലേ? പല നീചയോനികളിലൂടെ, മൃഗങ്ങളിലൂടെ ആയിക്കോട്ടെ, മരമായിക്കോട്ടെ, ജലജീവികളായിക്കോട്ടെ, ഇതിലൂടെ എല്ലാം ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്താണ്? നമ്മൾ ചെയ്തു കൂട്ടിയ ഈ കർമ്മങ്ങൾ, നല്ലതും ആയിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, ഇതെല്ലാം ഈ കർമ്മഫലം ഒരു വലിയ ഭാണ്ഡം പോലെ നമ്മൾ ഇങ്ങനെ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാണ്ഡം കാരണമാണ് എന്ത് സംഭവിക്കുന്നത്?
നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്നോ ഭഗവാനുമായുള്ള നമ്മുടെ ബന്ധം എന്താണെന്നോ തിരിച്ചറിയാൻ കഴിയാത്തത്. കാരണം ഭൗതിക മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ട് നമ്മുടെ ബുദ്ധി അതിനെ മറച്ചിരിക്കുകയാണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? അജ്ഞാനം എന്ന് പറയുന്നത്. ഇതാണ് അജ്ഞാനം. അപ്പം ഈ അജ്ഞാനത്തെ നീക്കം ചെയ്യാൻ ഭഗവത്ഗീത നൽകുന്ന വഴി വളരെ ലളിതമാണ്. എന്ത്? അതായത് ഗജേന്ദ്ര മോക്ഷം ഭാഗവതത്തിലെ അതിലൊരു ചെറിയ ഭാഗം നമുക്ക് നോക്കാം. പണ്ട് ഇന്ദ്രദുപ്നൻ എന്ന മഹാരാജാവ് എന്ത് അഗസ്ത്യ മുനിയുടെ ശാപം കാരണം ഒരു ആനയായി ജനിച്ചു. ഗജേന്ദ്രൻ എന്ന ആ ആന തൻ്റെ പൂർവജന്മത്തിലെ അറിവുകളെല്ലാം മറന്ന് ഒരു സാധാരണ മൃഗത്തെ പോലെ കാട്ടിൽ സുഖിച്ച് ജീവിക്കുകയായിരുന്നു. ഇതാണ് അജ്ഞാനം. നമ്മുടെ അവസ്ഥ നമുക്ക് നമ്മുടെ സ്വരൂപത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മൾ ആരാണെന്ന് നമുക്കറിയാൻ കഴിയുന്നില്ല. ഒരിക്കലൊരു തടാകക്കരയിൽ ഇറങ്ങിയ ഗജേന്ദ്രന്റെ കാലിൽ ആരാണ്? നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്, ഒരു മുതല കടിച്ചു പിടിക്കും. തൻ്റെ കരുത്തുപയോഗിച്ച് രക്ഷപ്പെടാൻ ഗജേന്ദ്രൻ വർഷങ്ങളോളം ശ്രമിക്കും. പക്ഷേ കഴിഞ്ഞില്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും സഹായിക്കാൻ നോക്കിയെങ്കിലും പരാജയമായിരുന്നു ഫലം. സ്വന്തം പരിശ്രമം കൊണ്ട് കർമ്മബന്ധനത്തില് നമ്മുടെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മബന്ധനത്തില് നമ്മുടെ പരിശ്രമം കൊണ്ട് ആ കർമ്മബന്ധനത്തിൽ അല്ലെങ്കിൽ ആ മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ആർക്ക് മനസ്സിലായി? ആ ഗജേന്ദ്രൻ മനസ്സിലാക്കി. സ്വന്തം പ്രയത്നം കൊണ്ട് ഒടുവിൽ എന്ത് ചെയ്ത് സർവവും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഗജേന്ദ്രൻ ഒരു താമരപ്പൂ ഉയർത്തിപ്പിടിച്ച് ഭഗവാൻ വിഷ്ണുവിനെ വിളിക്കും. ആ നിമിഷം ഭഗവാൻ വരികയും ആ മുതലയെ വധിച്ച് ഗജേന്ദ്രനെ രക്ഷിക്കുകയും ചെയ്യും. ഇതിവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പരിശ്രമം കൊണ്ട് നമ്മൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും, അല്ലേ? പക്ഷേ നമ്മൾ എന്താണ് വേണ്ടത്? ആ ഭഗവാനെ മധ്യത്തിൽ നിർത്തണം. അവിടെയാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത്. അപ്പം ഇതിന്റെ സാരം എന്ന് പറയുന്നത് നാം ജന്മജന്മാന്തരങ്ങളായി ചെയ്തു കൂട്ടിയ കർമ്മഫലങ്ങളുടെ ചങ്ങലയാണിത്. എത്ര ശ്രമിച്ചാലും സ്വന്തം ബുദ്ധി കൊണ്ടോ കരുത്തുകൊണ്ടോ ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല. ഗജേന്ദ്രൻ തൻ്റെ അഹങ്കാരം വെടിഞ്ഞ് ഭഗവാനിലേക്ക് പൂർണ്ണമായി സമർപ്പിച്ചു. അർജുനനോട് കൃഷ്ണൻ പറയുന്നതും എന്താണ്? ഇത് തന്നെയാണ്. നമ്മളോടും പറയുന്നത് എന്താണ്? സർവധർമാൻ പരിത്യജ മാമേകം ശരണം വ്രജ. എല്ലാ ധർമ്മങ്ങളും എനിക്ക് വിട്ടു തന്നിട്ട് എന്നെ മാത്രം ശരണം പ്രാപിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അഹം ത്വാം സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഞാൻ നിനക്ക് മോക്ഷം നൽകാം. കൃഷ്ണാവബോധത്തിൽ കർമ്മം ചെയ്യുക എന്നാൽ നമ്മുടെ കർമ്മങ്ങളുടെ ഫലം ഭഗവാനായിട്ട് വിട്ടു നൽകുക എന്നാണ്. കാരണം നമ്മളെല്ലാം ഫുൾ ടൈം ഭഗവാന്റെ സേവനത്തിലാണ്. അപ്പോൾ ആ കർമ്മഫലങ്ങൾ നമ്മളെ ബാധിക്കില്ല. എല്ലാം ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുക, എല്ലാം ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിച്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ കർമ്മഫലങ്ങൾ നമ്മെ ബാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈവൻ ഭക്ഷണം പ്രസാദം എന്നാണ് പറയുന്നത്. അതുപോലും നമ്മൾ പാചകം ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നത്? അത് ഭഗവാനാണ് നിവേദിക്കുന്നത്. ആ നിവേദിച്ചതിന് ശേഷമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എന്താവും? അത് പ്രസാദമാവും. നമ്മൾ ഭഗവാന് നിവേദിക്കുന്നതിന് മുമ്പ് ഭോഗയാണ്. അതിനകത്ത് പാപങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഭഗവാന് നിവേദിച്ചു കഴിയുമ്പോൾ എന്താവും? അത് പ്രസാദമാകും. കാരണം അത് ഭഗവാൻ സ്വീകരിച്ചിട്ട് അതിൻ്റെ എല്ലാ പാപങ്ങളെയും മാറ്റിയിട്ടാണ് ആർക്ക് തരുന്നത്? അത് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ കർമ്മങ്ങളൊന്നും നമ്മെ ബാധിക്കുക. ഒരു തുരുമ്പിച്ച ചങ്ങല അഗ്നിയിലിട്ടാൽ അത് എങ്ങനെയാണോ ശുദ്ധമാകുന്നത്, അത് എങ്ങനെ ശുദ്ധമാകുന്നുവോ അതുപോലെ കൃഷ്ണാവബോധം നമ്മുടെ കർമ്മഫലങ്ങളെ ദഹിപ്പിച്ചു കളയുന്നു. നമ്മൾ ചിലപ്പം 20 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കാം കൃഷ്ണാവബോധത്തെ പറ്റി അറിയുന്നത്, ഭഗവാനെ പറ്റി അറിയുന്നത്, നാമജപത്തിൻ്റെ ഗുണങ്ങളെ അറിയുന്നത്. അല്ലെങ്കിൽ 30 വയസ്സിന് ശേഷമാകാം, 40 വയസ്സിന് ശേഷമാകാം, ചിലപ്പോൾ 50 വയസ്സിന് ശേഷമാകാം. എപ്പോഴാണോ നമ്മൾ ആ ഭഗവാന്റെ നാമം ജപിച്ചു തുടങ്ങി ഭഗവാൻ പറയുന്നതനുസരിച്ച് ജീവിച്ചു തുടങ്ങുന്നത്, ആ സമയം എന്താവും? നമ്മൾ ജന്മജന്മാന്തരങ്ങളായി ചെയ്തിരിക്കുന്ന എല്ലാ പാപങ്ങളും പുണ്യകർമ്മങ്ങളും എല്ലാം അവിടെ ദഹിപ്പിച്ചു കളയുമെന്നാണ് പറയുന്നത് ഭഗവാൻ. ചുരുക്കത്തില് അർജുനൻ യുദ്ധം ചെയ്ത് തൻ്റെ വ്യക്തിപരമായ ദേഷ്യം തീർക്കാനല്ല, മറിച്ച് കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ്. അതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിലെ കടമകൾ ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുമ്പോഴെന്താവും?
നാം ഓരോ ജന്മവും ചുമന്നു നടക്കുന്ന ആ കർമ്മഭാണ്ഡം ഇല്ലാതാകുന്നു. അജ്ഞാനത്തിൻ്റെ ഇരുട്ട് മാറി ഭക്തിയുടെ വെളിച്ചം അവിടെ നിറയുന്നു. ഈ രീതിയിൽ പ്രവർത്തിക്കുന്നതിനെയാണ് എന്ത് വിശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയുന്നത്. നമ്മൾ കൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പഴയകാല പാപങ്ങൾ കഴുകിപ്പോകുകയും പുതിയ കർമ്മഫലങ്ങൾ എന്താവും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നു. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. നമ്മൾ ഭഗവാന് വേണ്ടി കൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ പാപവും പുണ്യവും കഴുകിപ്പോകും, ദഹിച്ചു പോകും. പിന്നെയോ പുതിയ കർമ്മഫലങ്ങൾ ഉണ്ടാവുകയുമില്ല. ഇനി 51 ശ്ലോകം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം തെക്വാ മനീഷിണ ജന്മബദ്ധ വിനിർമുക്ത പദം ഗച്ഛന്ത്യനാമയം. ഇപ്രകാരം ഭഗവത് ഭക്തിയിൽ ഏർപ്പെട്ടുകൊണ്ട് ആരൊക്കെ? ഋഷീശ്വരന്മാർ അഥവാ ഭക്തന്മാർ ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്നും മുക്തരാകുന്നു. എപ്രകാരം? എല്ലാ കർമ്മങ്ങളും ഭഗവാന് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നവര്. ഇപ്രകാരം ഭഗവത് ഭക്തി സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഋഷീശ്വരന്മാർ അഥവാ ഭക്തന്മാർ ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്നും മുക്തരാകുന്നു. ഇങ്ങനെ ജനന മരണ ശൃംഖലയിൽ നിന്നും മുക്തരായി മോചിതരായി അവർ എവിടെ എത്തിച്ചേരും? ദൈവസന്നിധിയിൽ എത്തിച്ചേരും. സകല കഷ്ടതകൾക്കും ഉപരിയായി ഉള്ള അവസ്ഥയിൽ എത്തിച്ചേരും. അതായത് ദൈവസന്നിധിയിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ്? ഈ ഭൂമിയിൽ അല്ലെ, ഈ ഭൗതിക ലോകം എന്നത് ഓരോ അടിയിലും അപകടങ്ങൾ, ഓരോ സ്റ്റെപ്പിലും അപകടങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞൊരിടമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാതെ അല്ലെ. ജനനം, മരണം, വാർദ്ധക്യം, രോഗം എന്നീ ദുരിതങ്ങൾ എവിടെ പോയാലും ഒഴിവാക്കാനാത്തതാണ് അല്ലേ. ഇന്ത്യയിൽ നിന്ന് പോയി അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ എവിടെ പോയാലോ, ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയാലോ, അമേരിക്കയിൽ പോയാലോ, എവിടെ പോയാലും എന്ത് ഈ വക കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ അജ്ഞത കാരണം മനുഷ്യരെന്ത് താൽക്കാലികമായ ഭൗതിക കർമ്മങ്ങൾ മുഴുകി ഇവിടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു ഇല്ലേ. നമ്മൾ ഇവിടെ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നമുക്കെല്ലാം ഉള്ളാലെ അറിയാം എന്ത് ഇതൊന്നും നിലനിൽപ്പില്ലാത്തതാണ്. ഈ ജനനം എന്ത് ജനനവും മരണവും വാർദ്ധക്യവും ഒന്നും രോഗവും ഒന്നും ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഇവിടെ ഈ ഭൂമിയിൽ. പക്ഷെ എന്നിട്ടും എന്ത് ഈ ഭൗതിക ലോകത്തിൽ നിന്നുകൊണ്ട് എന്ത് നമ്മുടെ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് നമ്മൾ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അവിടെയാണ് നമുക്ക് പോരായ്മ വരുന്നത്. ഭാഗവതത്തില് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, 10-ാം അധ്യായം 10-ാം സ്കന്ധത്തില് 14-ാം അധ്യായം 58-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്ന ഒരുവന് ഈ വലിയ ഭൗതിക സമുദ്രം എന്നത് ഒരു പശുക്കുട്ടിയുടെ കാൽപ്പാടിലെ വെള്ളം പോലെ ചെറുതായി മാറുന്നു. അവന്റെ ലക്ഷ്യം എന്താണ്? വൈകുണ്ഠം. വൈകുണ്ഠം യാതൊരു ദുഃഖങ്ങളും ഇല്ലാത്ത ഇടമാണ്. താൻ ഭഗവാന്റെ നിത്യദാസനാണെന്ന് തിരിച്ചറിഞ്ഞ് ഭഗവാനെയും തന്നെയും ഒരേ തട്ടിൽ കാണാതെ പിന്നെയോ അഹംഭാവം വെടിഞ്ഞ് ഭക്തിയോടെ സേവിക്കുന്നയാൾക്ക് എന്ത് അവർക്ക് മാത്രമേ ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് മോചനം നേടി വൈകുണ്ഠ ലോകം പ്രാപിക്കാൻ സാധിക്കൂ. ആ ഭഗവാന് വേണ്ടിയിട്ടുള്ള ഈ സേവനമാണ് എന്ത്? കർമ്മയോഗം അഥവാ ഭക്തിയോഗം. അപ്പം ഒരു വലിയ വയല് അല്ലെ, പാടം, ഒരു പാടശേഖരത്തിന്റെ നടുവിലുള്ള വേനൽക്കാലത്ത് വറ്റിപ്പോകുന്ന ഒരു ചെറിയ കുളത്തില് ഒരു തവള ജീവിച്ചിരുന്നു. ആ കുളത്തിലെ പുഴുക്കളെ തിന്നും ആ ചെളിയിൽ ഒളിച്ചിരുന്നും അത് സന്തോഷം കണ്ടെത്തി. കുളം വറ്റുമ്പോൾ ശരീരം പൊള്ളുന്നതും പിന്നെ കൊറ്റി വന്ന് പിടിക്കാൻ നോക്കുമ്പോൾ ഭയക്കുന്നതുമെല്ലാം അതിൻ്റെ ജീവിതത്തിലെ പതിവ് ദുരിതങ്ങളാകുന്നു. എങ്കിലും ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷിതവും മനോഹരവുമായ സ്ഥലമെന്ന് കരുതി തവളയുണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടി. ഒരു ദിവസം ആകാശത്ത് നിന്ന് പറന്നു വന്ന ഒരു പരുന്ത് ഈ കുളത്തിലെ കരയിലിരുന്ന് ആ പരുന്ത് തവളയോട് ചോദിച്ചു, കൂട്ടുകാരാ, നീ എന്തിനാണ് ഈ ഇടുങ്ങിയ ദുരിതം പിടിച്ച ചെളിക്കുളത്തില് കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇതിനപ്പുറം അങ്ങ് അകലെ ഹിമാലയത്തിലെ പവിത്രമായ മാനസ സരസ്സുണ്ട്. വറ്റാത്ത തെളിനീരും സുഗന്ധമുള്ള താമരപ്പൂക്കളും യാതൊരു ഭയമില്ലാത്ത അന്തരീക്ഷവുമാണ് അവിടെ. എന്നാൽ ആ അഹങ്കാരിയായ തവള അത് വിശ്വസിച്ചില്ല. അത് ചോദിക്കുന്നത്, എൻ്റെ ഈ കുളത്തിനെക്കാട്ട് വലുതാണോ നിന്റെ ആ സരസ്? എൻ്റെ അത്രയും ശക്തി ആർക്ക് നിനക്കുണ്ടോ? തവള സ്വയം വലിയവനാണെന്ന് കരുതി അവിടെ തന്നെ തുടർന്നു. കുറച്ച് ദിവസങ്ങൾക്ക് വേനൽ കടുത്തു, കുളം പൂർണ്ണമായി വറ്റി
തവള ചൂടേറ്റെന്ത് മരണപ്പെടും. അപ്പം ഇതിൻ്റെ തത്വവും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണ്? ആ ചെളിക്കുളം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ദുഃഖങ്ങളും രോഗങ്ങളും നിറഞ്ഞ ഈ ഭൗതിക ലോകം. തവളയോ അജ്ഞത കാരണം ഈ ലോകമാണ് സർവസ്വവും എന്ന് കരുതി താൽക്കാലിക സുഖങ്ങൾക്ക് പിന്നാലെ ഓടി ഒടുവിൽ മരണത്തിന് കീഴടങ്ങുന്ന നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യര്. ആ പരുന്ത് ഭഗവാന്റെ സന്ദേശം എത്തിക്കുന്ന ഗുരു അല്ലെങ്കിൽ ഭാഗവതം പോലുള്ള ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങൾ. ആ മാനസ സരസ് യാതൊരുവിധ ദുരിതങ്ങളുമില്ലാത്ത ഭഗവാന്റെ പവിത്രമായ വൈകുണ്ഠലോകം, അല്ലെങ്കിലും അതിനുപരി എന്ത് ഗോലോക വൃന്ദാവനം. അപ്പം അതിൻ്റെ ഗുണപാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഭൗതിക ലോകത്തിലെ ചെറിയ സുഖങ്ങളിൽ അഹങ്കരിക്കാതെ പിന്നെയോ ആ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ച് ഭക്തിയോടെ ജീവിച്ചാൽ മാത്രമേ എന്തുണ്ടാവൂ? ജീവിതത്തിലെ യഥാർത്ഥമായ ലക്ഷ്യമായിട്ടുള്ള പരമപദം നേടാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കൂ. 52ാമത്തെ ശ്ലോകം. യഥാതേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യസി അരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യാശ്രുതസ്യ ച. യഥാതേ മോഹകലിലം, ബുദ്ധി വ്യാമോഹമാകുന്ന നിബിഡ വനത്തെ പിന്നിട്ട് കഴിയുമ്പോൾ, യഥാതേ മോഹകലിലം ബുദ്ധിർവ്യതി തരിഷ്യതി, അതായത് ബുദ്ധി, നമ്മുടെ ബുദ്ധി എന്താണ്? വ്യാമോഹമാകുന്ന നിമിഡ വനത്തെ പിന്നിട്ട് കഴിയുമ്പോൾ എന്താണ് മനസ്സിലാവാത്തത്? തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. എന്ത്? കേൾക്കേണ്ടതിനെ കുറിച്ചും അല്ലെങ്കിൽ കേട്ടതിനെ കുറിച്ചും നീ ഉദാസീനനായിത്തീരും. അപ്പം ബുദ്ധി ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും എന്ത്? ഉദാഹരണത്തിന് ദിവസവും 3 നേരമുള്ള സന്ധ്യാവന്ദനം, അതിരാവിലെയുള്ള കുളി, പിതൃക്കൾക്കും ദേവന്മാർക്കും വേണ്ടിയുള്ള തർപ്പണം എന്നിവ, അതൊക്കെ ഇതിനകത്ത് പെടുന്ന. അപ്പം ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കക്കാർക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും, അതായത് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം തന്നെ എന്ത്? നിർബന്ധമുള്ളതാണ് അത് ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കക്കാർക്ക്. എന്നാൽ ഒരുവൻ ഭഗവാൻ കൃഷ്ണനെ കുറിച്ചും തനിക്ക് ഭഗവാനുമായുള്ള ബന്ധത്തെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കി ഭക്തിയോഗത്തിലേക്ക് ഉയരുമ്പോഴെന്ത്? അവൻ ഈ വേദാനുഷ്ഠാനങ്ങൾക്ക് അതീതനായി മാറുന്നു എന്ന് കരുതി കുളിക്കണ്ടെന്നല്ല പറയുന്നത്. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് കർമ്മങ്ങളൊന്നും നമുക്ക് ബാധകമല്ല. അപ്പോൾ ശ്രീ മാധവേന്ദ്രപുരി എന്ന മഹാനായ ആചാര്യൻ ഇതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. എൻ്റെ 3 നേരമുള്ള പ്രാർത്ഥനകളെ നിങ്ങൾക്ക് എന്ത് ഭവിക്കട്ടെ? മംഗളം ഭവിക്കട്ടെ. പുലർക്കാല സ്നാനമേ നിങ്ങൾക്ക് എന്ത്? എൻ്റെ പ്രണാമം. ദേവന്മാരെ, പിതൃക്കളെ നിങ്ങൾക്ക് തർപ്പണം ചെയ്യാൻ കഴിയാത്തതിൽ എന്നോട് ക്ഷമിക്കുക. ഇപ്പോൾ ഞാൻ എവിടെ ഇരുന്നും കംസഹന്താവായ കൃഷ്ണനെ ഭക്തിയോടെ സ്മരിക്കുകയും അതുവഴി എൻ്റെ പാപങ്ങളിൽ നിന്ന് മുക്തനാവുകയും ചെയ്യുന്നു. എനിക്ക് എന്ത് മതി? എനിക്ക് അത് മാത്രം മതി. അങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് വേറെ ഒന്നിൻ്റെയും എന്ത് ആവശ്യമില്ല, വേറെ ആരെയും സമീപിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാ? നമ്മൾ കൃഷ്ണാവബോധം ഉള്ളവരായതുകൊണ്ട്, ഭഗവാൻ കൃഷ്ണനെ മാത്രം കൃഷ്ണനിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്നവരാണ്, കൃഷ്ണന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് എന്ത് വേണ്ട? മറ്റ് ആചാര അനുഷ്ഠാനങ്ങളോ കർമ്മങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പം ഈ വേദങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? കൃഷ്ണനെ കണ്ടെത്തുക എന്നതാണ്, അല്ലേ? ഭഗവാൻ തന്നെ അത് ഭഗവത്ഗീതയിൽ പറയുന്നത് വേദേശ സർവേർ അഹമേദ്യ വേദ്യ വേദാന്തകൃത് വേദവിദേഹചാഹം. അപ്പം ഭഗവത്ഗീതയിലൂടെ ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞ ഒരാൾക്ക് പിന്നീട് കഠിനമായ വ്രതങ്ങളോ യാഗങ്ങളോ അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഈ പരമമായ ലക്ഷ്യം മനസ്സിലാക്കാതെ വെറും ബാഹ്യമായ ചടങ്ങുകളിൽ മാത്രം മുഴുകിയിരിക്കുന്നവരെന്ത്? തങ്ങളുടെ സമയം വെറുതെ കളയുകയാണ് ചെയ്യുന്നത്. കൃഷ്ണഭക്തിയിൽ പൂർണ്ണനായ ഒരാൾ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും പരിധിയെ മറികടക്കുന്നു. ഒരു ഗ്രാമത്തില് ഒരു കഥ പറയാം. ഒരു ഗ്രാമത്തില് വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും അഗാധ പാണ്ഡിത്യമുള്ള ഒരു ബ്രാഹ്മണൻ
ജീവിച്ചിരുന്നു. ദിവസവും പുലർച്ചെ എഴുന്നേറ്റ് നദിയിൽ കുളിക്കുക, പിന്നെ മണിക്കൂറുകളോളം സന്ധ്യാവന്ദനവും ഹോമങ്ങളും ചെയ്യുക, ശാസ്ത്രവിധിപ്രകാരം മാത്രം ജീവിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. ആചാരങ്ങൾ തെറ്റിയാൽ വലിയ പാപമുണ്ടാകുമെന്ന് അദ്ദേഹം ഭയന്നിരുന്നു. എന്നാൽ ഇതിൻ്റെയൊക്കെ ഉള്ളിലുള്ള ഭഗവത് പ്രേമം എന്തെന്ന് അദ്ദേഹം അനുഭവിച്ചിരുന്നില്ല. കാരണം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൽ അടങ്ങിയിരിക്കുന്ന സത്ത് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല. അപ്പം അതേ ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ ഒരു ദരിദ്രനായ ഭക്തനും ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് എന്താണ്, വേദങ്ങളോ മന്ത്രങ്ങളോ അറിയില്ലായിരുന്നു. പക്ഷേ എപ്പോഴും മനസ്സിൽ ഭഗവാന്റെ നാമം മാത്രം ജപിച്ചുകൊണ്ട് തൻ്റെ ജോലികൾ ചെയ്യുമായിരുന്നു. എവിടെ ഇരുന്ന് കഴിഞ്ഞാലും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഭഗവാനെ സ്മരിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു അനുഷ്ഠാനം. ഒരിക്കൽ ആ നാട്ടിലൊരു വലിയ പണ്ഡിതൻ ഒരു സദസ്സ് നടത്തും. ഒരു പണ്ഡിത സദസ്സ് ആ നാട്ടിൽ നടക്കുകയുണ്ടായി. വലിയ പണ്ഡിതനായ സദസ്സിന്റെ അവസാനം പണ്ഡിതനായ ആ ബ്രാഹ്മണൻ വേദമന്ത്രങ്ങൾ ഉച്ചത്തിൽ ചൊല്ലി എല്ലാവരെയും വിസ്മയിപ്പിച്ചു. നമ്മളെയും ആൾക്കാർ വിസ്മയിപ്പിക്കുന്നതാണ് അല്ലേ വേദമന്ത്രങ്ങൾ ചൊല്ലിയിട്ട്. ആ സദസ്സിന്റെ അവസാനം പ്രസാദമായി എല്ലാവർക്കും പഴങ്ങൾ വിതരണം ചെയ്തു. ആചാരങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന ബ്രാഹ്മണൻ പഴം വാങ്ങി അതിൻ്റെ ഉള്ളിലെ കാമ്പ് പഴം കളഞ്ഞിട്ട് പുറമേയുള്ള ഭംഗിയുള്ള തൊലി മാത്രം തിന്നാൻ തുടങ്ങി. ഇത് എന്താണ് ഈ ചെയ്യുന്നത് അല്ലേ? പഴത്തിൻ്റെ ഇത് കണ്ട സദസ്സിലിരുന്ന ആ ദരിദ്രനായിട്ടുള്ള ഭക്തൻ ചോദിക്കും, എന്താണ് ചോദിക്കുന്നത്? ചിരിച്ചുകൊണ്ട് ചോദിക്കും. എന്ത് ചോദിക്കും? സ്വാമി, അവിടുന്ന് എന്താണ് ഈ ചെയ്യുന്നത്? പഴത്തിൻ്റെ ഉള്ളിലെ മധുരമുള്ള കാമ്പല്ലേ കഴിക്കേണ്ടത്, ഈ തൊലി വെറും പുറംചട്ട മാത്രമല്ലേ? അപ്പോഴാണ് ആ ബ്രാഹ്മണന് തൻ്റെ തെറ്റ് മനസ്സിലായത്. അപ്പം ഈ കഥയും തത്വവും തമ്മിലുള്ള ബന്ധം എന്താ? പഴത്തിൻ്റെ തൊലി എന്ന് പറയുന്നത് വേദങ്ങളിലെ ബാഹ്യമായ ചടങ്ങുകളും കർമ്മ അനുഷ്ഠാനങ്ങളും. തുടക്കത്തിൽ ആ പഴത്തെ സംരക്ഷിക്കാൻ എന്ത് വേണം? ആ തൊലി ആവശ്യമാണ്. അപ്പൊ തുടക്കക്കാർക്ക് ഈ ആചാരങ്ങളെല്ലാം വേണം. പഴത്തിൻ്റെ മധുരമുള്ള കാമ്പ് എന്താണ്? ആ ഭഗവാനോടുള്ള ശുദ്ധമായ ഭക്തി. ആ ബ്രാഹ്മണൻ ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? വേദങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കാതെ വെറും ചടങ്ങുകളിൽ മാത്രം സമയം കളയുന്ന മനുഷ്യര്. ദരിദ്രനായ ഭക്തനോ ആ മാധവേന്ദ്രപുരിയെ പോലെ ആചാരങ്ങളുടെ ബാഹ്യരൂപം വെടിഞ്ഞ് ഭഗവത് ഭക്തിയാകുന്ന മധുരമായ കാമ്പ് നേരിട്ട് വരുന്ന ഒരു ഉത്തമ ഭക്തൻ. അപ്പം ഇതിന് ഗുണപാഠം, വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും ലക്ഷ്യം എന്താണ്? ഒരേ ഒരു ലക്ഷ്യം, ഭഗവാനിലേക്ക് എത്തുക എന്നതാണ്. ആ ഭക്തിയിലൂടെ ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ ബാഹ്യമായ ചടങ്ങുകൾക്ക് പ്രാധാന്യമില്ലാതായി മാറുന്നു. എന്താണ് വേണ്ടത്? തുടക്കക്കാർക്ക് എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും വേണം. ഉപദേവത ആചാരങ്ങൾ അല്ലെങ്കിൽ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷേ ഒരു വ്യക്തി കൃഷ്ണാവബോധം ഉദിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണാവബോധത്തിൽ വന്നു കഴിഞ്ഞാൽ, ഭഗവാനെ മാത്രം ശരണാഗതി പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഭോക്താരാം യജ്ഞതപസാം സർവലോകമഹേശ്വരം. ഈ ചെയ്യുന്ന യജ്ഞങ്ങളുടെയും കർമ്മങ്ങളുടെ എല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ഇതിന്റെ ഭോക്താവ് ആരാണ്? ഭഗവാനാണ്. അപ്പൊ നമ്മൾ മറ്റ് കർമ്മങ്ങൾ ചെയ്താലോ മറ്റ് ദേവീദേവതമാരെടുത്ത് പോലെ അവരെല്ലാം എവിടെ നിന്നാണ് ഇതെല്ലാം സ്വീകരിക്കുന്നത്? നമുക്ക് വേണ്ടിയിട്ട് ഭഗവാനിൽ നിന്നാണ്. അപ്പം നമുക്കെന്ത്, ആ ഭഗവാനുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എങ്കിൽ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. 53-ാമത്തെ ശ്ലോകം. ശ്രുതി വിപ്രതിപന്നാധേ യഥാസ്താസ്യാ നിനിശ്ചല സമാധാ വചലാ ബുദ്ധി തദാ യോഗമ വാപ്സ്യസി. ശ്രുതി വിപ്രതിപന്നാധേ അല്ലേ? അതാണ് ശ്രുതി എന്ന് പറഞ്ഞ വേദങ്ങൾ. എപ്പോഴും നിന്റെ മനസ്സ് വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങളേക്ക് വശപ്പെടാതെ എന്നാണ് പറയുന്നത് അല്ലേ? ഭഗവാൻ ആണ് ആരോട് പറയുക? അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത് എപ്പോൾ ശ്രുതി വിപ്രതിപന്നാതെ. ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം, അറിവ്. അപ്പോൾ എപ്പോഴും നിന്റെ മനസ്സ് വേദങ്ങളുടെ അലങ്കൃത വാക്യങ്ങൾക്ക് വശപ്പെടാതെ എന്നാണ് പറയുന്നത്. നമ്മളെ ആകർഷിക്കുന്നതാണ് വേദത്തിലെ ഓരോ കാര്യങ്ങളും. അപ്പം അതില് ഇട്ട് വട്ടം കറങ്ങാതെ എന്നാണ് പറയുന്നത്. ആ വാക്യങ്ങൾക്ക് വശപ്പെടാതെ ആത്മസാക്ഷാത്കാരത്തിന്, അതാണ് സമാധാ വചലാ ബുദ്ധി, ആത്മസാക്ഷാത്കാരത്തിനായി ഉറച്ചു നിൽക്കുന്നുവോ, അപ്പോൾ
നീ എന്താണ് ദിവ്യാവബോധം കൈവരിച്ചു കഴിഞ്ഞവനാകുന്നു, അല്ലേ? സമാധിസ്ഥനാകുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഈ വേദങ്ങളുടെ ആ അലങ്കൃത വാക്യങ്ങളിൽ കിടന്ന് കറങ്ങാതെ ആത്മസാക്ഷാത്കാരത്തിനകത്ത് ഉറച്ച മനസ്സോടെ നിൽക്കണം, അല്ലേ? കൃഷ്ണാവബോധം, ഭഗവാനെ ശരണാഗതി പ്രാപിച്ച് ആ ബുദ്ധിയോടെ നിൽക്കണം. അപ്പോഴാണ് നീ ദിവ്യാവബോധം കൈവരിച്ചു കഴിഞ്ഞവനാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഈ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴെന്താണ് നമ്മൾ ആ സമാധിസ്ഥനായിട്ട് ജീവിക്കാമെന്ന് പറയുന്നത്, യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ. ഒരു വ്യക്തി സമാധിയിലാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അയാൾ പൂർണ്ണമായും കൃഷ്ണാവബോധം കൈവരിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള ഒരാള് പരമാത്മാവ്, ബ്രഹ്മം, ഭഗവാൻ എന്നീ 3 തലങ്ങളെയും പൂർണ്ണമായി സാക്ഷാത്കരിച്ചിട്ടുണ്ടാകും. അതാണ് കാരണം ആത്മസാക്ഷാത്കാരത്തിന് 3 മാർഗങ്ങളാണുള്ളത്. പരമസത്യത്തെ അറിയാം, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദയതേ. സാക്ഷാത്കാരം, പരമാത്മാ സാക്ഷാത്കാരം, ഭഗവത് സാക്ഷാത്കാരം. ഇതിൽ ടോപ്പ് ഏതാണ്? ഭഗവത് സാക്ഷാത്കാരം. അതാണ് ഇവിടെ പറയുന്നത്. ഒരു വ്യക്തി സമാധിയിലാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അയാൾ പൂർണ്ണമായും കൃഷ്ണാവബോധം കൈവരിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള ഒരാള് പരമാത്മാവ്, ബ്രഹ്മം, ഭഗവാൻ എന്നീ ഈ 3 തലങ്ങളെയും പൂർണ്ണമായി സാക്ഷാത്കരിച്ചിട്ടുണ്ടാകും. താൻ എങ്ങനെയാണത്? താൻ ഭഗവാൻ കൃഷ്ണന്റെ നിത്യദാസനാണെന്ന് തിരിച്ചറിയുകയും തൻ്റെ എല്ലാ കർമ്മങ്ങളും കൃഷ്ണാവബോധത്തോടെ ചെയ്യുകയുമാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഉത്തമ ഭക്തന്മാര് വേദങ്ങളിലെ ആകർഷകമായ ഭാഷയിലോ എന്താണ് ഈ ശ്രുതി വിപ്രതി വന്നാതെ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? അലങ്കൃത വാക്യങ്ങൾ എന്ന് പറയുന്നത് സ്വർഗപ്രാപ്തി പോലുള്ള പ്രലോഭനങ്ങള്, അല്ലേ? ഇന്നത് ചെയ്താൽ സ്വർഗം കിട്ടും, ഇന്നത് ചെയ്താൽ ബ്രഹ്മലോകത്ത് ചെയ്യുക, ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഫലം കിട്ടും, ഇങ്ങനെയൊക്കെയാണ് വേദങ്ങളിൽ ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് അലങ്കൃത വാക്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഉത്തമ ഭക്തർ വേദങ്ങളിലെ ഇതുപോലുള്ള ആകർഷകമായ ഭാഷയിലോ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളിലോ വീണു പോവുകയോ അസ്വസ്ഥരാകുകയോ ഇല്ല. കൃഷ്ണാവബോധത്തിലൂടെ ഒരുവൻ നേരിട്ട് ഭഗവാനുമായി ആത്മീയ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ ആ ആത്മീയ അവസ്ഥയിൽ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാന്റെ പ്രതിനിധിയായ ആത്മീയ ഗുരുവിൻ്റെയോ ആജ്ഞകൾ അനുസരിച്ച് പ്രവർത്തിക്കുക വഴി ഒരുവന് പരമമായ ജ്ഞാനവും ജീവിത ലക്ഷ്യവും കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എങ്ങനെയാണ്? ഭഗവാന്റെ പ്രതിനിധിയായ ആത്മീയ ഗുരുവിൻ്റെയോ ആജ്ഞകൾ അനുസരിച്ച് പ്രവർത്തിക്കുക വഴി ഒരുവൻ കിട്ടും? പരമമായ ജ്ഞാനവും ജീവിത ലക്ഷ്യവും കൈവരിക്കാൻ സാധിക്കും. അതാണ് പറയുന്നത് ഗുരുവിൻ്റെ ഇമ്പോർട്ടൻ്റ്. ഒരു വലിയ സാമ്രാജ്യത്തിലെ രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ ഒരു വലിയ വിരുന്ന് സൽക്കാരം നടത്തും. ആ രാജ്യത്തെ പ്രമാണിമാരും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥരും എല്ലാം അവിടെ എത്തിയിരുന്നു. വിരുന്നിനിടയിൽ രാജാവ് തൻ്റെ സദസ്യർക്കായി ഒരു മത്സരം വെച്ചു. കൊട്ടാരത്തിൻ്റെ വലിപ്പമേറിയ ഒരു മുറിയിൽ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, സ്വർണ്ണാഭരണങ്ങൾ, വജ്രങ്ങൾ, സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ, അധികാരത്തിൻ്റെ മുദ്രകൾ എന്നിവയെല്ലാം നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. രാജാവ് പ്രഖ്യാപിക്കുന്നത്, നിങ്ങൾക്ക് ഈ മുറിയിലുള്ള എന്ത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, നിങ്ങൾ ആദ്യം തൊടുന്ന ആ വസ്തു നിങ്ങൾക്ക് സ്വന്തമായിരിക്കും. ആ വിലപിടിപ്പുള്ള ഒരുപാട് സംഗതികൾ ആ മുറിയിൽ വെച്ചിട്ടുണ്ട്. രാജാവ് പറയും, നിങ്ങൾക്ക് ഇതിലെന്ത് വേണമെങ്കിലും എടുക്കാം, ആദ്യം തൊടുന്ന ആ വസ്തു നിങ്ങൾക്ക് സ്വന്തമായിരിക്കും. ഇത് കേട്ടവരൊക്കെ ഉടൻ തന്നെ പരക്കം പായും. ചിലർ സ്വർണ്ണക്കട്ടികൾ വാരിയെടുത്തു, മറ്റു ചിലർ വജ്രങ്ങൾ കൈക്കലാക്കി, പണ്ഡിതന്മാർ രാജകീയ വസ്ത്രങ്ങൾ സ്വന്തമാക്കി. എല്ലാവരും വലിയ ആവേശത്തോടു കൂടി നമ്മളോട് പറഞ്ഞാൽ എന്താവും? നമ്മൾ ഓടി നടന്ന് കിട്ടാവുന്ന അത്രയും സാധനങ്ങൾ വാരിക്കൂട്ടും. എന്നാൽ രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു ദാസൻ മാത്രം ഒരു വസ്തുവിലും തൊടാതെ ശാന്തനായിട്ട് മാറി നിൽക്കും. അവൻ ഭൗതികമായ ആ പ്രലോഭനങ്ങളിലൊന്നും വീണില്ല. അവൻ നേരെ നടന്നു ചെന്ന് സിംഹാസനത്തിൽ രാജാവിൻ്റെ പാദങ്ങളിൽ തൊട്ട് വന്ദിക്കും. രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ പോലെ സ്വർണമോ വജ്രമോ എടുക്കാതെ ഇരുന്നത്? ദാസൻ വിനയത്തോടെ മറുപടി പറയും. എന്ത് പറയും? പ്രഭു, ഞാൻ അങ്ങയുടെ നിത്യദാസനാണ്. ഞാൻ അങ്ങയെ തിരഞ്ഞെടുത്തോടെ അങ്ങയുടേതായി കൊട്ടാരവും
അതിലെ സമ്പത്തും എല്ലാം എൻ്റേതായി കഴിഞ്ഞു. എനിക്ക് മറ്റൊന്നും എന്ത് വേണ്ട, പ്രത്യേകമായിട്ട് വേണ്ട. രാജാവ് സന്തുഷ്ടനാവുകയും ആ ദാസനെ തൻ്റെ കൊട്ടാരത്തിലെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള മന്ത്രിയായി നിയമിക്കുകയും ചെയ്തു. ബാക്കിയുള്ളവർക്ക് ചെറിയ സമ്മാനങ്ങൾ മാത്രം കിട്ടിയപ്പോൾ രാജാവിനെ മാത്രം ലക്ഷ്യം വെച്ച ദാസനെന്ത് എല്ലാം ലഭിക്കും. അല്ലേ? ഇത് മനോഹരമായിട്ടുള്ള ഒരു കഥയാണ്. അപ്പം ഭഗവാന്റേതായിട്ടുള്ള ബന്ധം എങ്ങനെ സ്ഥാപിക്കാം? കൊട്ടാരത്തിലെ ആഭരണങ്ങളും വസ്ത്രങ്ങളും എന്താണ്? ശ്രുതി വിപ്രതിപന്നാതെ. കൊട്ടാരത്തിലെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ആ നമ്മുടെ കഥയും തത്വവും തമ്മിലുള്ള ബന്ധം. കൊട്ടാരത്തിലെ ആഭരണങ്ങളും വസ്ത്രങ്ങളും എന്തായിരുന്നു? വേദങ്ങളിൽ പറയുന്ന സ്വർഗപ്രാപ്തി, ഭൗതിക സുഖങ്ങൾ തുടങ്ങിയ താൽക്കാലിക പ്രലോഭനങ്ങൾ. പരക്കം പായുന്ന ജനങ്ങള് ആരാണ്? ആ ഭൗതിക സുഖങ്ങൾക്കായി വേദങ്ങളിലെ ചടങ്ങുകൾ ചെയ്യുന്ന സാധാരണ മനുഷ്യര്. നമ്മളെല്ലാവരും പലരും എന്താണ് ഇത് ചെയ്യുന്നുണ്ട്. കൃഷ്ണാവബോധം ഉണ്ട്, അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിന് പരിശ്രമിക്കുന്നവരായാൽ പോലും ചെയ്യുന്നുണ്ട്. വിശ്വസ്തനായ ദാസൻ ആരാണ്? യഥാർത്ഥ സമാധിയിലുള്ള കൃഷ്ണഭക്തൻ. അവൻ ഭൗതിക നേട്ടങ്ങൾക്ക് പിന്നാലെ പോകാതെ ഭഗവാനെ മാത്രം ആശ്രയിക്കുന്നു. രാജാവാര്? ഭഗവാൻ കൃഷ്ണൻ. ഭഗവാന്റെ പാദങ്ങളെ മാത്രം ആശ്രയിക്കുന്ന ഭക്തന് പ്രപഞ്ചത്തിലെ എല്ലാ ജ്ഞാനവും അനുഗ്രഹവും തനിയെ വന്നു ചേരും. ഇതിന്റെ ഗുണപാഠം എന്താണ്? മനസ്സിലാക്കേണ്ടത് എന്താണ്? ഭൗതികമായ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഓടാതെ നമ്മൾ എന്ത് വേണം? ഭഗവാന്റെ നിത്യദാസന്മാരാണെന്ന ബോധത്തോടെ, കൃഷ്ണാവബോധത്തോടെ ജീവിച്ചാൽ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കും. അല്ലെ? എത്ര മനോഹരമായിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നതെന്ന് നോക്കൂ. ആ ഒരു ബുദ്ധിയോഗം. അപ്പം ഭഗവത്ഗീത 2-ാം അധ്യായത്തിലെ 39-ാമത്തെ ശ്ലോകം മുതൽ 53 വരെയുള്ള ശ്ലോകങ്ങൾ എന്തായിരുന്നു? നിഷ്കാമ കർമ്മത്തെക്കുറിച്ചും അല്ലെങ്കിൽ നിഷ്കാമ യോഗത്തെക്കുറിച്ചും കൃഷ്ണാവബോധത്തെക്കുറിച്ചും വിശദമായി പ്രതിപാദിച്ചതിന് ശേഷം ഇതുവരെ 53-ാമത്തെ ശ്ലോകം വരെ എന്തായിരുന്നു? നിഷ്കാമ കർമ്മത്തെക്കുറിച്ചായിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത ശ്ലോകത്തില് 54-ാമത്തെ ശ്ലോകത്തില് അർജുനൻ ഭഗവാനോട് അതിപ്രധാനമായ 4 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇതുവരെ ഭഗവാൻ വിവരിച്ച ആത്മീയ അവസ്ഥ കൈവരിച്ച ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്ഥിതപ്രജ്ഞൻ. ഇതുവരെ ഭഗവാൻ ഉപദേശിച്ചു, എല്ലാം കഴിഞ്ഞു. അപ്പം ഇതുവരെ കൃഷ്ണൻ വിവരിച്ച ആ ആത്മീയ അവസ്ഥ കൈവരിച്ച ഒരു വ്യക്തിയെ, കൃഷ്ണാവബോധം കൈവരിച്ച ഒരു വ്യക്തിയെ, സ്ഥിതപ്രജ്ഞനെ എങ്ങനെ തിരിച്ചറിയാമെന്ന ജിജ്ഞാസയാണെന്ത് അർജുനൻ പ്രകടിപ്പിക്കുന്നത്. 54-ാമത്തെ ശ്ലോകം. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതധീം കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. അർജുനൻ ചോദിക്കുന്നു, അല്ലയോ കൃഷ്ണ, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ, ബോധസ്ഥിതനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? പിന്നെയോ അദ്ദേഹത്തിന്റെ ഭാഷ എന്ത്? അദ്ദേഹത്തിന്റെ സംസാരവും ഇരിപ്പും നടപ്പും എങ്ങനെയായിരിക്കണം? ആരുടെയാണ്? സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ. സ്ഥിതപ്രജ്ഞൻ, അതായത് കൃഷ്ണാവബോധം ഉള്ള ഒരു വ്യക്തിയുടെ എന്തൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്, അല്ലേ? അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെ ഇരിപ്പ്, നടപ്പ് എന്തെല്ലാം എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഭക്തനെ എങ്ങനെ തിരിച്ചറിയാം? നമ്മളും ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്തൻ നമുക്കും എങ്ങനെയാവാം? ഇനിയുള്ള ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ എങ്ങനെ ആ ഒരു കൃഷ്ണാവബോധത്തിലേക്ക് ഉയരാമെന്നുള്ളത്. അപ്പം അതിനുശേഷം ഈ 54-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ചോദിക്കുന്നു. അതിന് ശേഷമുള്ള ഭഗവാന്റെ മറുപടിയാണെന്ത്? 55 മുതൽ 72 വരെയുള്ള ശ്ലോകങ്ങൾ. ഈ ഒരു അർജുനന്റെ ഈ ചോദ്യത്തിന് ഉത്തരമായി 55-ാം ശ്ലോകം മുതൽ 2-ാം അധ്യായത്തിന്റെ അവസാനമായി 72-ാം ശ്ലോകം വരെ ഭഗവാൻ കൃഷ്ണൻ സ്ഥിതപ്രജ്ഞൻ നമുക്കറിയാം പൂർണ്ണ കൃഷ്ണാവബോധമുള്ള ഒരു ഭക്തന്റെ സവിശേഷതകൾ വിവരിക്കുന്നു. ഇപ്പൊ ബാഹ്യമായിട്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ അർജുനന്റെ ചോദ്യങ്ങൾ വളരെ ലളിതമായിട്ട് തോന്നാം, അല്ലേ? നമ്മുടെ അടുത്ത് ചോദിച്ചാൽ എന്ത് പറയും?
ഒരു വ്യക്തി എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ നടക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെ ആൾക്കാർ ചിന്തിച്ചേക്കാം. ഇതെന്ത് അർജുനന് അറിയാൻ പറ്റത്തില്ലേ എന്ന്, അല്ലേ? എന്നാൽ എന്ത് യഥാർത്ഥത്തിൽ അർജുനൻ ചോദിക്കുന്നത് എന്താണ്? തികച്ചും ആഴമേറിയതും തത്വചിന്താപരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അർജുനന്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് യോഗമായ ദാസനായിട്ട്, അല്ലേ, ഭഗവാന്റെ ദാസനായി ശരീരബുദ്ധിയിലായ അർജുനന്റെ പ്രധാന ചിന്ത എന്ത്? ശരീരബുദ്ധിയിലായ അർജുനന്റെ പ്രധാന ചിന്ത എന്താണ്? ഞാൻ യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്നതാണ്. അത് മാത്രമാണ്. ഭഗവാൻ 39 മുതൽ 53 വരെയുള്ള ശ്ലോകങ്ങളിൽ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? ഉയർന്ന ആത്മീയതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ 49 ശ്ലോകത്തില് അധമമായ കർമ്മങ്ങൾ ദൂരത്ത് തന്നെ കളയുക എന്ന് നിർദ്ദേശിച്ചു. സ്വന്തം ഗുരുക്കന്മാരെയും ബന്ധുക്കളെയും കൊല്ലുന്നത് അധമമായ കർമ്മം ആണെന്ന് കരുതിയ അർജുനൻ ഒരു യോഗി അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞൻ ഇത്തരം യുദ്ധകർമ്മങ്ങളിൽ ഏർപ്പെടുമോ എന്ന് അറിയാനാണെന്ത് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. മനസ്സിലായോ? അർജുനൻ യുദ്ധം ചെയ്യാൻ പറഞ്ഞു. അപ്പം ഈ ഒരു യോഗിയായിട്ടുള്ള ആള്, അല്ലെ, അല്ലെങ്കിൽ ഒരു സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ആള് ഇതൊക്കെ ചെയ്യുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണെന്ത് അർജുനൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഹരേ കൃഷ്ണ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞുകൊണ്ട് പോകുന്നെങ്കിലും? ഓക്കെ. ഇവിടെ എന്താണ് പറയുന്നത്? പ്രജ്ഞസ്യ കാ ഭാഷ. അപ്പൊ ഇവിടെ ഭാഷ എന്നാൽ എന്താണ്? കേവല സംസാരം മാത്രമല്ല. ഇവിടെ ഒരു ആചാര്യനായിട്ടുള്ള ബലദേവ വിദ്യാഭ്യാസം വ്യക്തമാക്കുന്നത് പോലെ അതൊരു വ്യാഖ്യാനം അല്ലെങ്കിൽ ലക്ഷണമാണ്. ആത്മസാക്ഷാത്കാരം നേടിയ ഒരാളെ എങ്ങനെ മനസ്സിലാക്കാം, വിവരിക്കാം, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? അതാണ് അവിടെ ആ ചോദ്യം ചോദിക്കാൻ കാരണം. കിം പ്രഭാഷേത, അവൻ എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെയാണ് സുഖത്തിലും ദുഃഖത്തിലും അവൻ്റെ വാക്കുകൾ എങ്ങനെയുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ശരിയായ ഒരു രീതിയിൽ മനസ്സിലാക്കണമെന്ന് പറയുന്നത്. വെറുതെ ഒരു ശ്ലോകം വായിച്ചു പോയാൽ ഇത് മനസ്സിലാവില്ല. കാരണം അതിൻ്റെ ഭഗവാൻ എന്താണ് അല്ലെങ്കിൽ അർജുനൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെ സ്ഥിതപ്രജ്ഞസ കാഭാഷ എന്ന് അർജുനൻ എന്തുകൊണ്ടാണ് ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്? അതായത് സ്ഥിരപ്രജ്ഞനായ ഒരാൾ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടിയ ഒരാളെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എങ്ങനെ വിവരിക്കാം, അദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? കിം പ്രഭാഷേത, അവൻ എങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം എന്ത്? അവൻ സുഖം വന്നാലും ദുഃഖം വന്നാലും എന്ത്, അവൻ്റെ വാക്കുകൾ എങ്ങനെയായിരിക്കും? കിം ആസീത, അവൻ എങ്ങനെ ഇരിക്കുന്നു. ഇത് കേവലം ഭൗതികമായുള്ള നമ്മൾ സാധാരണ അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന പോലെ നിങ്ങൾ ഇരിക്കുന്ന പോലുള്ള ആ ഇരുത്തമല്ല ചോദിക്കുന്നത്. മറിച്ച് എന്താണ്? അവൻ്റെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. വ്രജേത കിം, അവൻ എങ്ങനെ നടക്കുന്നു. എങ്ങനെ നടക്കുന്നത് നമുക്കറിയാല്ലേ, കാലുകൊണ്ട് നടക്കുന്നു. പക്ഷെ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രലോഭനങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും നിറഞ്ഞ ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് അവയെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ അതിനോട് ഇടപെടുന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന സെറ്റപ്പാണ് ഇതെല്ലാം, അല്ലേ? അർജുനന്റെ ചോദ്യമൊക്കെ തന്നെ എന്ത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 4 ചോദ്യങ്ങൾക്കും ഭഗവാൻ തുടർന്നുള്ള ശ്ലോകങ്ങളിൽ വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. നമുക്ക് 55-ാമത്തെ ശ്ലോകം നോക്കാം. ശ്രീ ഭഗവാനുവാച പ്രജഹാദി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ. പ്രജഹാദി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ. ആത്മന്യേവാത്മനാ തുഷ്ട സ്ഥിതി പ്രജ്ഞസ്തദോച്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, എന്താണ് പറയുന്നത്? ഹേ പാർത്ഥ, എന്ത് മനകൽപ്പിതങ്ങളാൽ ഉണ്ടാകുന്ന നാനാവിധത്തിലുള്ള ഐന്ദ്രിയ കാംക്ഷകളെ ത്യജിക്കുന്നതോടൊപ്പം മനസ്സ് ശുദ്ധീകരിക്കുകയും ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുകയും ചെയ്യുമ്പോഴെന്ത് ഒരാൾ
സ്ഥിതപ്രജ്ഞൻ എന്ന് പറയപ്പെടുന്നു. എന്താണ് പറയുന്നത്? മനകൽപ്പിതങ്ങളാൽ ഉണ്ടാകുന്ന നാനാവിധത്തിലുള്ള ഐന്ദ്രികാംശങ്ങളെ, അതായത് എന്ത്, നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളാൽ ഉണ്ടാകുന്ന നാനാവിധത്തിലുള്ള ആഗ്രഹങ്ങള്, അതിനെയെല്ലാം ത്യജിക്കുന്നതോടൊപ്പം എന്തുണ്ടാവും? മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും പിന്നെയോ നമ്മൾ ഭഗവാന്റെ നിത്യദാസനാണെന്ന് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ കർമ്മങ്ങളിൽ മാത്രം സംതൃപ്തി കൊള്ളുകയും ചെയ്യുമ്പോഴെന്താവും? ഒരാള് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയപ്പെടും. അപ്പം അർജുനന്റെ ആദ്യ ചോദ്യം എന്തായിരുന്നു? കാ ഭാഷ, സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താ എന്നതിന് ഭഗവാൻ നൽകുന്ന മറുപടിയാണ് ഈ സ്തോകം. സ്ഥിതപ്രജ്ഞൻ അഥവാ കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ലക്ഷണങ്ങൾ ഭഗവാൻ ഇവിടെ പറയുകയാണ്. എന്താണ്? ഒന്ന്, മനോരഥങ്ങളെ പൂർണ്ണമായി വെടിയുക. പ്രജഹാദി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ. അതായത് മനോരഥങ്ങളെ പൂർണ്ണമായി വെടിയുക. മനസ്സിന്റെ കൽപ്പനകളിൽ നിന്നും ചിന്തകളിൽ നിന്നും ഉണ്ടാകുന്ന എല്ലാത്തരം ഭൗതിക ആഗ്രഹങ്ങളെയും അയാൾ പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. 2, എന്താണ്? ആത്മാവിൽ തന്നെ സംതൃപ്തനാകുക. ആത്മാന്യേവാത്മനാ തുഷ്ട. ശുദ്ധീകരിക്കപ്പെട്ട മനസ്സിനെ ആത്മാവിലേക്ക് തിരിച്ചുവിടുക. അവൻ ആത്മീയമായ ആനന്ദം കണ്ടെത്തും. ശുദ്ധീകരിക്കപ്പെട്ട മനസ്സിനെ എവിടേക്ക് തിരിച്ചുവിടും? ആത്മാവിലേക്ക് തിരിച്ചുവിട്ട് അവൻ ആത്മീയമായ ആനന്ദം കണ്ടെത്തുന്നു. അപ്പം സാധാരണ മനുഷ്യരെന്താണ് വിചാരിക്കുന്നത്? ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചാൽ പിന്നെ എങ്ങനെ സന്തോഷമുണ്ടാകുമെന്നാണ്. എന്നാൽ ഇവിടെ ഉപേക്ഷിക്കാൻ പറയുന്നത് എന്ത്? മനോഗതാൻ, മനസ്സിൽ ജനിക്കുന്ന ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. നമ്മുടെ അസ്തിത്വത്തിന് 3 തലങ്ങളാണുള്ളത്. എന്തൊക്കെയാണ്? ബാഹ്യതലം, സൂക്ഷ്മതലം, ആത്മീയ തലം. ഇപ്പൊ ബാഹ്യതലം എന്ന് പറയുന്നത്, ബാഹ്യതലം ശരീരം, ഇന്ദ്രിയങ്ങള്, ഭൗതിക വസ്തുക്കൾ. സൂക്ഷ്മതലം എന്താ? മനസ്സ്, ബുദ്ധി. ആത്മീയ തലം എന്താണ്? ആത്മാവ്. അപ്പം ഭൗതികവാദികൾ എന്താണ്? ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തലത്തില് അല്ലേ ബാഹ്യമായ സുഖത്തിൽ തിരിയുമ്പോൾ ആത്മീയവാദികൾ എന്താവും? ആത്മാവിന്റെ തലത്തില് ആന്തരികമായ ആനന്ദം കണ്ടെത്തുന്നു. ആത്മാവ് എന്താണ്? സ്വയം സച്ചിദാനന്ദ രൂപമാണ്. അപ്പം പലരും വിചാരിക്കുന്നത് ശരീരത്തിന് പുറത്തുള്ളത് ബാഹ്യവും ശരീരത്തിനകത്തുള്ളത് മനസ്സ് ആന്തരികവുമാണ് എന്നാണ്. എന്നാൽ ഭഗവത്ഗീതയുടെ വീക്ഷണത്തിൽ ആത്മാവിനെ സംബന്ധിച്ച് ശരീരവും മനസ്സും ഒരുപോലെ ബാഹ്യമാണ്. മനസ്സിലെ ചിന്തകളും ആശങ്കകളും ആത്മീയമല്ല. അതുകൊണ്ട് മനസ്സിന്റെ ആഗ്രഹങ്ങളെ കൂടി മറികടന്നിട്ട് എന്ത് വേണം? ആത്മാവ് ഭഗവാനുമായി സമ്പർക്കത്തിൽ വരുമ്പോഴാണ് യഥാർത്ഥ ആനന്ദം, തുഷ്ട ലഭിക്കുന്നത്. വിഗ്രഹങ്ങൾ ദർശിക്കുന്നതും കീർത്തനം പാടുന്നതുമെല്ലാം ബാഹ്യമായി തോന്നാമെങ്കിലും അവ നമ്മുടെ ബോധത്തെ അല്ലെങ്കിൽ ഹൃദയത്തിലിരിക്കുന്ന കൃഷ്ണനിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മൾ കീർത്തനം ചൊല്ലുന്നത്, ഭഗവാനെയാണ് നമ്മൾ ദർശിക്കുന്നത്. ഈ രീതിയിൽ ബാഹ്യസുഖങ്ങളിൽ നിന്ന് മാറി ആന്തരികവും ആത്മീയവുമായ ആനന്ദം കണ്ടെത്തുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. ഏത് രീതിയിൽ? ഇപ്പൊ പറഞ്ഞ വിഗ്രഹം ദർശിക്കുന്നതും കീർത്തനം പാടുന്നതുമല്ല, അല്ലാതെ നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങളിലേക്ക് അല്ലെങ്കിൽ മനസ്സിന്റെ ആഗ്രഹങ്ങൾക്ക് പുറകെ പോകുന്നവരെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആ ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം മാറി, ആ ബാഹ്യസുഖങ്ങളിൽ നിന്നെല്ലാം മാറി ആന്തരികവും ആത്മീയവുമായ ആനന്ദം കണ്ടെത്തുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. അതായത് എല്ലാം ഭഗവാന് വേണ്ടിയിട്ട്. ഒരു പാട്ട് പാടാൻ ഒരാൾക്ക് ആഗ്രഹമുണ്ട്, ഭഗവാന് വേണ്ടിയിട്ട് പാടുക. ഭക്ഷണം പാചകം ചെയ്യാൻ ആഗ്രഹമുണ്ട്, അത് ഭക്ഷണം പാചകം ചെയ്യുക, ഭഗവാന് നിവേദിക്കുന്ന രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യുക അല്ലേ. അപ്പം ആ രീതിയിൽ ചെയ്യുന്ന വ്യക്തി, എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തി എന്താണ്? എവിടെയാണ് ആനന്ദം കണ്ടെത്തുന്നത്? അദ്ദേഹം ആന്തരികമായിട്ട് ആത്മീയപരമായിട്ടാണ് ആനന്ദം കണ്ടെത്തുന്നത്. അവരാണ് ആര്? സ്ഥിതപ്രജ്ഞൻ. ഒരു കഥയും കൂടെ പറയാം. കസ്തൂരിമാനും ഒരു സിദ്ധന്റെയും കഥ. ഒരു വനത്തില്, ഒരു വലിയ വനത്തില് മനോഹരമായ ഒരു കസ്തൂരിമാൻ ജീവിച്ചിരുന്നു. ഒരു ദിവസം
വായുവിൽ കൂടിയിട്ട് അതിമനോഹരവും ദിവ്യവുമായുള്ള സുഗന്ധം ഇങ്ങനെ പരക്കും. ആ സുഗന്ധം ആസ്വദിച്ച മാൻ ഭ്രാന്തമായിട്ടുള്ള ആവേശത്തോടെ അതിൻ്റെ ഉറവിടം തിരഞ്ഞിട്ട് എവിടെ പോവും? ആ കാട്ടിലൂടെ ഇങ്ങനെ ഓടാൻ പോവും. അത് കാട്ടുചെടികൾക്കിടയിലും പാറയിടുക്കുകളിലും പുഴക്കരയിലുമെല്ലാം ഇങ്ങനെ മണം പിടിച്ച് നടന്നു. എവിടെ തിരഞ്ഞിട്ടും എന്ത്? ആ സുഗന്ധത്തിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിന് കഴിയില്ല. ഓടി ഓടി തളർന്ന മാൻ ഒടുവിൽ വനത്തിലെ ഒരു ഗുഹയ്ക്ക് മുന്നിൽ വന്ന് വീഴും. സുഗന്ധം അപ്പോഴും എവിടെ ഉണ്ടായിരുന്നു? ആ വായുവിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് എവിടെ നിന്നാണ് വന്നതെന്ന് ആ മാനിന് മനസ്സിലാവില്ല. ആ ഗുഹയില് ഒരു സിദ്ധൻ, ഒരു ആത്മീയ ജ്ഞാനി ധ്യാനിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ തളർന്നു വീണ മാനിനെ കണ്ട് ദയ തോന്നിയ സിദ്ധൻ അതിനെ അരികിലേക്ക് വിളിച്ച് തലോടിക്കൊണ്ടും ചോദിക്കും, വിളിച്ച് തലോടും. ആ സമയത്ത് മാൻ ചോദിക്കും, എന്താണ്? മഹാത്മാവേ, ഈ കാട്ടിൽ എവിടെ നിന്നോ അതിമനോഹരമായ ഒരു സുഗന്ധം വരുന്നുണ്ട്. ഞാൻ അത് തേടി കാട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു, പക്ഷേ എനിക്കത് കണ്ടെത്താനായില്ല. എനിക്ക് ആ സുഗന്ധത്തിന്റെ ഉറവിടമൊന്ന് കാട്ടിത്തരാമോ? സിദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയും, അല്ലയോ മാനെ, നീ ആ സുഗന്ധം തേടി പുറത്തേക്ക് ഓടുന്നത് കൊണ്ടാണെന്ത് നിനക്കത് കിട്ടാത്തത്. ആ സുഗന്ധം വരുന്നത് നിന്റെ സ്വന്തം എവിടുന്ന്? നാഭിയിൽ ഇരിക്കുന്ന കസ്തൂരിയിൽ നിന്നാണ്. നീ നിന്റെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കാതെ എന്ത് പുറത്ത് തിരയുന്നിടത്തോളം കാലം നിനക്കത് കണ്ടെത്താനാകില്ല. മാൻ തൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധ തിരിച്ചു. തന്നിൽ തന്നെ സുഗന്ധത്തിന്റെ ഉറവിടം കണ്ടെത്തി അത് എന്താണ്? ശാന്തമായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പൊ ഈ കഥയും തത്വവും തമ്മിലുള്ള ബന്ധം എന്താണ്? കാട്ടിലെ അലച്ചിൽ എന്ന് പറയുന്നത് മനുഷ്യർ ഭൗതിക വസ്തുക്കളിലും ഇന്ദ്രിയ വിഷയങ്ങളിലും ബാഹ്യമായ സന്തോഷം, ആ സന്തോഷം തിരഞ്ഞ് അലയുന്നതാണ് എന്ത്? ആ കാട്ടിലെ മാന്റെ അലച്ചില് വ്യക്തമാക്കുന്നത്. അല്ലേ? കസ്തൂരിയുടെ സുഗന്ധം എന്താണ്? ആത്മാവിന്റെ സ്വാഭാവിക ഗുണമായ ആനന്ദം, സച്ചിദാനന്ദം. പിന്നെ മാനിന്റെ തിരിച്ചറിവ് ഭൗതികമായ ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞ് പ്രജഹാദി യഥാ കാമാൻ, ആ ആഗ്രഹങ്ങളെല്ലാം വെടിഞ്ഞ് മനസ്സിനെ ഉള്ളിലേക്ക് തിരിച്ച് ആത്മാവിൽ തന്നെ സംതൃപ്തി കണ്ടെത്തുന്ന അവസ്ഥ. എന്താണത്? ആത്മാന്യേ വാത്മനാ തുഷ്ട. സിദ്ധൻ എന്താണ്? നമ്മൾ ഉള്ളിലേക്ക് തിരിയാൻ പഠിപ്പിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ ആത്മീയ ഗുരു. അതിൽ നിന്നുള്ള ഗുണപാഠം, യഥാർത്ഥ സന്തോഷം എന്നത് എന്താണ്? ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ തലത്തിൽ പുറത്തുനിന്ന് ലഭിക്കുന്നതല്ല. പിന്നെയോ അത് നമ്മുടെ ആത്മാവിൽ ഭഗവാനുമായുള്ള ബന്ധത്തിൽ നിന്ന് ഉള്ളിൽ ഉണരേണ്ടതാണ്. അപ്പം യഥാർത്ഥ സന്തോഷം എന്നത് എന്താണ്? ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ തലത്തില് പുറത്തു നിന്ന് ലഭിക്കുന്നതല്ല. നമ്മൾ ഈ ശരീരമാണ് എന്ന് കരുതി ജീവിച്ച് ഇന്ദ്രിയ സുഖത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല എന്ത്? യഥാർത്ഥ സന്തോഷം. അപ്പൊ യഥാർത്ഥ സന്തോഷം എന്താണ്? നമ്മുടെ ആത്മാവിൽ, അല്ലെങ്കിൽ നമ്മൾ ആത്മാവാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ആ ഭഗവാനുമായിട്ട് ബന്ധം പുനഃസ്ഥാപിച്ചതിന് ശേഷം ഉണരേണ്ടതാണെന്ത്? യഥാർത്ഥ സന്തോഷം. അവിടെ നിന്ന് ലഭിക്കുന്നതാണെന്ത്? യഥാർത്ഥ സന്തോഷം. ഇതാണ് സ്ഥിതപ്രജ്ഞന്റെ യഥാർത്ഥ ലക്ഷണം. അടുത്തത് 56-ാമത്തെ ശ്ലോകം. ദുഃഖേഷ്വാനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർമുനി രുച്യതേ. ത്രിവിധ ക്ലേശങ്ങൾക്ക് നടുവിലും മനസ്സ് പ്രക്ഷുബ്ധമാവാതെയും. ത്രിവിധ ക്ലേശങ്ങൾ ഏതൊക്കെയാണ്? ത്രിവിധ ക്ലേശങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ത്രിവിധ ക്ലേശങ്ങൾ. അപ്പൊ ത്രിവിധ ക്ലേശങ്ങൾക്ക് നടുവിൽ മനസ്സ് പ്രക്ഷുബ്ധമാവാതെയും സുഖത്തിൽ അമിതമായി സന്തോഷിക്കാതെയും ആസക്തി, ഭയം, ക്രോധം ഇവയിൽ നിന്ന് വിമുക്തനായും ഇരിക്കുന്ന വ്യക്തി എന്ത്? സ്ഥിതപ്രജ്ഞനെന്ന് പറയുന്നു.
ഈ ഭഗവത്ഗീത 2-ാം അധ്യായം എത്രാമത്തെ ശ്ലോകമാണിത്? 56-ാമത്തെ ശ്ലോകത്തിൽ എന്താണ്? ദുഃഖേശ്വനു ദിഗ്നമന സുഖേഷു വിഗതസ്പൃഹ. അപ്പം ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് ഈ ഭാഗത്തിൽ നൽകിയിരിക്കുന്നത്. അർജുനന്റെ 2-ാമത്തെ ചോദ്യം എന്ത്? കിം പ്രഭാഷേത, സ്ഥിതപ്രജ്ഞൻ എങ്ങനെ സംസാരിക്കുന്നു എന്നതിനുള്ള മറുപടിയാണ്. അത് ഇതിൻ്റെ എല്ലാ സത്തയും ഉൾക്കൊണ്ടുകൊണ്ട് എന്താണ് ഇതിൻ്റെ ഒരു തത്വം വ്യക്തമാക്കുന്ന ഒരു കഥ പിന്നീട് പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ ഭഗവാൻ സാധാരണ ഒരു മുനിയും സ്ഥിതധീർ മുനിയും, സ്ഥിരബുദ്ധിയുള്ള മുനി, അതാണ് സ്ഥിതധീർ മുനി. അപ്പൊ ഒരു സാധാരണ മുനിയും പിന്നെയോ സ്ഥിതധീർ മുനി, അതായത് സ്ഥിരബുദ്ധിയുള്ള ഒരു മുനിയും തമ്മിലുള്ള വ്യത്യാസമാണ് വ്യക്തമാക്കുന്നത്. സാധാരണ മുനി എന്ന് പറയുന്നത് എന്ത്? സ്വന്തം മനസ്സിനെ പല വിധത്തിൽ ചലിപ്പിച്ച് മാനസികമായ ഊകാബോഹങ്ങളിൽ ഏർപ്പെടുന്നയാളാണ് ആര്? സാധാരണ മുനി. പരസ്പരം അഭിപ്രായ വ്യത്യാസമുള്ളവരും ഒരു യഥാർത്ഥ നിഗമനത്തിൽ എത്തിച്ചേരാത്തവരുമാണ് ആര്? ഇവര്. നാസ വൃഷിരസ്യ മതം ന ഭിന്നം. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ഇല്ലാത്തവൻ ആരാ? മുനി അല്ല. അപ്പോൾ സ്ഥിതധീർ മുനിയുടെ ലക്ഷണം എന്താണ്? ഇദ്ദേഹം മാനസികമായ ഊകാപോഹങ്ങളുടെ ഘട്ടമെല്ലാം പിന്നിട്ട് കൃഷ്ണാവബോധത്തിൽ ഇറച്ചു നിന്നുകൊണ്ട് വസുദേവൻ, അല്ലെ, കൃഷ്ണൻ തന്നെയാണ് സർവസ്വവും, വസുദേവ സർവമിതി എന്ന പരമമായ നിഗമനത്തിലെത്തിയ മഹാനാണ് ആര്? സ്ഥിതധീർ മുനി. അപ്പം ആ സ്ഥിതധീർ മുനിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ദുഃഖങ്ങളിൽ തളരുന്നില്ല. 3 തരത്തിലുള്ള ഭൗതിക ദുഃഖങ്ങൾ, അതാണ് നേരത്തെ ഞാൻ ചോദിച്ചത്, ആരൊന്നും മിണ്ടിയില്ല. എന്ത്? ത്രിവിധ ക്ലേശങ്ങൾ എന്തൊക്കെയാണ്? ആദി ദൈവികം, ആദി ഭൗതികം, ആധ്യാത്മികം. അപ്പൊ ഈ 3 തരത്തിലുള്ള ഭൗതിക ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം എന്താണ്? അത്രയും ഉണ്ടായാൽ പോലും അദ്ദേഹം അസ്വസ്ഥനാകുന്നില്ല. തൻ്റെ മുൻകാല തെറ്റുകൾക്ക് ഇതിലും വലിയ ശിക്ഷ കിട്ടേണ്ടതായിരുന്നു എന്നും ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് അത് ഇത്രയുമായി കുറഞ്ഞു കിട്ടിയത് എന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. അല്ലേ? നമ്മൾ പറയാറില്ലേ, ഇതിലും വലുത് ഏതാണ്ട് വരാനിരുന്നതാണ്. അപ്പൊ അതാണ് ഇവിടെ ഈ സ്ഥിതധീർ മുനി എന്ന് പറയുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ആ 3 തരത്തിലുള്ള ഭൗതിക ദുഃഖങ്ങൾ, ആദി ദൈവികം, ആദി ഭൗതികം, ആധ്യാത്മികം, അതൊക്കെ ഉണ്ടാകുമ്പോഴും എന്ത്? അദ്ദേഹം അസ്വസ്ഥനാകുന്നില്ല. തൻ്റെ മുൻകാല തെറ്റുകൾക്ക് ഇതിലും വലിയ ശിക്ഷ കിട്ടേണ്ടതായിരുന്നു എന്നും ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് അത് ഇത്രയുമായി കിട്ടിയത് എന്നും അദ്ദേഹം വിശ്വസിക്കുന്നു. സുഖങ്ങളിൽ അഹങ്കരിക്കുന്നില്ല. അല്ലെ? സുഖമുണ്ടാകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് നൽകും? ഭഗവാന് നൽകുന്നു. താൻ ഈ സുഖത്തിന് അർഹനല്ലെന്നും ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമാണ് മികച്ച സേവനം ചെയ്യാൻ എനിക്ക് ഈ സൗകര്യം ലഭിച്ചതെന്നും അദ്ദേഹം കരുതുന്നു. പിന്നെ ആസക്തിയുമില്ല, വിദ്വേഷവുമില്ല. സ്വന്തം ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി ഒന്നിനോടും ആസക്തിയോ അതില്ലാത്തപ്പോഴ് വിദ്വേഷമോ അദ്ദേഹത്തിന് ഇല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം ഭഗവത് സേവനത്തിനായി സമർപ്പിച്ചതാണ്. പിന്നെ സുഖങ്ങളിൽ അഹങ്കരിക്കുന്നില്ല. അതേപോലെയാണ് പരാജയത്തിൽ ക്രോധവുമില്ല, ദുഃഖവുമില്ല. ഭഗവത് സേവനത്തിൽ വിജയം ഉണ്ടായാലും പരാജയമുണ്ടായാലും അദ്ദേഹം ഒരുപോലെ ശാന്തനായിരിക്കും. പരാജയമുണ്ടായാൽ ദേഷ്യപ്പെടാതെ തൻ്റെ ദൃഢനിശ്ചയത്തിൽ അദ്ദേഹം എപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളൊക്കെ കേൾക്കേണ്ടുന്ന ഒരു സംഗതിയാണ് ഇതല്ലേ, പരീക്ഷ തോക്കുന്ന സമയത്ത് ദുഃഖവും അല്ലെങ്കിൽ ആത്മഹത്യയും ഒക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക, അല്ലേ? ഫലം ഭഗവാൻ നൽകും. അതിപ്പോൾ എന്ത് തന്നെയായാലും. കാരണം വീണ്ടും നമുക്ക് ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്താണ് പറയുന്നത്? ആ സ്ഥിതപ്രജ്ഞന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ നമ്മൾക്ക് എന്തിലും വിജയമായാലും പരാജയമായാലും എന്താണ്? ശാന്തനായി തന്നെ ഇരിക്കും. ആത്മീയപരമായിക്കോട്ടെ, ഭൗതികപരമായിക്കോട്ടെ. നേരത്തെ പറഞ്ഞൊരു കഥയും കൂടെ പറയാം, ഇത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഒരു ശില്പിയും രാജാവിൻ്റെ ഒരു കൊട്ടാരവും. ഇതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. ഒരിക്കലൊരു രാജ്യത്ത്
പ്രശസ്തനായിട്ടുള്ളൊരു ശില്പി ഉണ്ടായിരുന്നു. അദ്ദേഹം ഭഗവാന്റെ പരമഭക്തനും കൃഷ്ണാവബോധത്തിൽ ജീവിക്കുന്ന ഒരു സ്ഥിതധീരനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ട് സന്തുഷ്ടനായ രാജാവ് ഭഗവാന് വേണ്ടി ഒരു വലിയ ക്ഷേത്രത്തിൻ്റെ ഗോപുരം നിർമ്മിക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തും. അപ്പോൾ ശില്പി മാസങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് അതിമനോഹരമായ ഒരു ഗോപുരം പടുത്തുയർത്തി. എന്നാൽ നിർമ്മാണം പൂർത്തിയായ രാത്രിയിലുണ്ടായ ശക്തമായ ഒരു ഭൂകമ്പത്തിൽ ആ ഗോപുരം പൂർണ്ണമായി തകർന്നു വീഴും. തൊട്ടടുത്ത ദിവസം രാവിലെ രാജാവും മന്ത്രിമാരും തകർന്ന ഗോപുരം കണ്ട് അത്യധികം ദുഃഖിതരായി നിൽക്കും. എന്നാൽ ശില്പി ഒട്ടും തളർച്ചയോ ദേഷ്യമോ ഇല്ലാതെ ശാന്തനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. രാജാവ് അത്ഭുതത്തോടെ ചോദിക്കും, എന്ത് ചോദിക്കും? അല്ലയോ ശില്പി, നിന്റെ മാസങ്ങളുടെ അധ്വാനമാണ് ഈ തകർന്നു കിടക്കുന്നത്, നിനക്ക് ഒട്ടും ദുഃഖമോ ദേഷ്യമോ തോന്നുന്നില്ലേ? അപ്പൊ ശില്പി എന്തു പറയും? ചിരിച്ചുകൊണ്ട് വിനയത്തോടെ മറുപടി പറയും, പ്രഭു, ഈ ദുരന്തത്തിൽ ഞാൻ തളരുന്നില്ല. എൻ്റെ മുൻകാല കർമ്മങ്ങൾ കാരണം ഈ ഭൂകമ്പത്തിൽ എൻ്റെ ജീവൻ തന്നെ പോകേണ്ടതായിരുന്നു. നോട്ട് ദ പോയിന്റ്. എന്നാൽ ഭഗവാന്റെ കരുണ കൊണ്ട് ഗോപുരം മാത്രമേ തകർന്നുള്ളൂ. എനിക്ക് വീണ്ടും ഭഗവാനെ സേവിക്കാൻ ജീവൻ ബാക്കി വെച്ചു തന്നു. ഭഗവാൻ എൻ്റെ അഹങ്കാരം മാറ്റാൻ ചെയ്തതാകാം ഇത്. ആ ശില്പിയുടെ മറുപടി കേട്ട് രാജാവ് സന്തുഷ്ടനാവുകയും ഗോപുരം വീണ്ടും പണിയാൻ ആവശ്യമായ എല്ലാ ധനസഹായം നൽകുകയും ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം മുൻപത്തേക്കാൾ മനോഹരമായ ഗോപുരം അദ്ദേഹത്തിന് നിർമ്മിച്ചു നൽകും. രാജാവ് അദ്ദേഹത്തിന് വലിയ സമ്മാനങ്ങളും സ്വർണ്ണാഭരണങ്ങളും നൽകി ആദരിക്കും. ആ സമയത്തും ശില്പി അഹങ്കരിച്ചില്ല. അദ്ദേഹം രാജാവിനോട് പറയും, ഈ വിജയം എൻ്റേതല്ല, പിന്നെയോ ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ബുദ്ധിയും ആരോഗ്യവും ലഭിച്ചത്. ഇത് അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അപ്പൊ ഈ കഥയും അതിന്റെ തത്വവും തമ്മിലുള്ള ബന്ധം എന്താ? ആ ഭൂകമ്പവും ഗോപുരത്തിന്റെ തകർച്ചയും ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ ദുഃഖങ്ങളും പരാജയങ്ങളും, അല്ലേ? ദുഃഖേശ്വനു ദിഗ്നമന. ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ ദുഃഖങ്ങളും പരാജയങ്ങളും ശില്പി അതിനെ ഭഗവാന്റെ കാരുണ്യമായി കണ്ട് ശാന്തനാകുന്നു. അത്രയും പ്രശ്നം ഉണ്ടായത് ഭഗവാന്റെ കാരുണ്യമാക്കി മാറ്റുന്നു. പിന്നെ രാജാവിൻ്റെ സമ്മാനങ്ങളും വിജയവും ജീവിതത്തിൽ വന്നു ചേരുന്ന സുഖങ്ങളും ബഹുമതികളും സുഖേഷു വിഗത സ്പൃഹ. ശില്പി അതിൻ്റെ ക്രെഡിറ്റ് ഭഗവാന് നൽകി അഹങ്കാരമില്ലാതെ നിന്നു. ശില്പിയുടെ ദൃഢനിശ്ചയം എന്താണ്? വിജയത്തിലും പരാജയത്തിലും ഒരുപോലെ ഭഗവത് സേവനത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്ഥിതധീർ മുനിയുടെ സ്വഭാവം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഗുണപാഠം, ജീവിതത്തിൽ സുഖം വരുമ്പോൾ ഭഗവാന്റെ കൃപയായി സ്മരിക്കുകയും ദുഃഖം വരുമ്പോൾ അത് ഭഗവാന്റെ കാരുണ്യത്താൽ അത് കുറഞ്ഞു കിട്ടിയതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ സ്ഥിതധീർ മുനി. അവൻ പരാജയങ്ങളിൽ തളരാതെ എപ്പോഴും ഭഗവത് സേവനത്തിൽ സജീവമായിരിക്കും. അപ്പം ഒരു സ്ഥിതധീർ മുനി അല്ലെങ്കിൽ പിന്നെന്താണ്? സ്ഥിതപ്രജ്ഞൻ. ഇനിയുമുണ്ട് കുറേ കാര്യങ്ങൾ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അപ്പം ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നത്. അർജുനൻ്റെ ചോദ്യങ്ങളും നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരേ കൃഷ്ണ.